ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ യാത്രകൾ അവസാനിക്കാറില്ല എന്നാണ് പറയുന്നത്. ഗോവയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഈ യാത്ര കോഴിയും കുറുക്കനും ഉണരുന്നതിനേക്കാൾ മുമ്പേ ഞങ്ങൾ തുടങ്ങി. രാത്രി അനൂപിനെ കണ്ട് യാത്ര പറയുമ്പോൾ നേരം പുലർന്നിരുന്നു. ഓരോരുത്തരുടെയും ഉറക്കം നമ്പറടിസ്ഥാനത്തിൽ ഇന്ന് കാറിൽ തന്നെ ആയിരിക്കുമെന്നത് തീർച്ചയാക്കിയിരുന്നു. സൗത്ത് ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ഞങ്ങൾ തന്നെ പാചകം ചെയ്യാറാണ് പതിവ്. ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനം ഒരു ഹൈവേ ബിരിയാണി ഉണ്ടാക്കാം എന്നതാണ്. ചക്രങ്ങൾക്കിടയിലെ രുചിമേളം നിയന്ത്രിക്കാൻ പോകുന്നത് ഇബ്രാഹിമാണ്. കേരളത്തിൽ ഇത്രയും പുതുമയോടെ പച്ചക്കറികൾ കാണുന്നത് വളരെ വിരളമാണ്. കാരണം പാടത്തു നിന്നും പൊട്ടിച്ചതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഇവ നമ്മുടെ നാട്ടിലെത്തുന്നത്. ഇത് ഇന്ന് രാവിലെ പാടത്തു നിന്ന് നേരെ ഈ തട്ടിലേക്ക് എത്തിയതാണ്. കുറേ തിരിഞ്ഞതിനപ്പുറം ഒരു നല്ല സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. ഹോട്ടലിലെ ഭക്ഷണത്തേക്കാൾ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുന്നതിലെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. മെയിൻ പാചകക്കാരൻ്റെ കൈകൾ ചെറുതായി മുറിഞ്ഞതുകൊണ്ട് ഇന്ന് പച്ചക്കറികൾ അരിയുന്ന ജോലി എനിക്കാണ് കിട്ടിയത്. കോഴി കഴുകി വൃത്തിയാക്കുന്ന ജോലി നസീർ ഏറ്റെടുത്തു. അത് പിന്നെ അങ്ങനെയാണല്ലോ. കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെ പോകുന്ന കൊങ്കൺ പാതയുടെ ഏതോ അണ്ടർ പാസേജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അധികം വണ്ടികളൊന്നും ഇതിലെ വരാത്തത് കൊണ്ട് ഞങ്ങൾക്കിതൊരു സൗകര്യമായി. ബിരിയാണി എന്ന് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾക്കുള്ള സഹായങ്ങളുമായി നസീർ ചാടി നിൽക്കുന്നുണ്ട്. ചെമ്പിൽ അരിയും മസാലകളും തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ബിരിയാണിയുടെ ചരിത്രത്തെക്കുറിച്ച് ജഷീർ വാചാലനായി. ബിരിയാണി വെറുമൊരു ഭക്ഷണമല്ല, അതൊരു യാത്രയാണത്രേ. ഇതാണ് ആശാൻ്റെ കണ്ടെത്തൽ. ചരിത്രബോധം കുറച്ച് കൂടിയ ആളായതുകൊണ്ട് ഞങ്ങളത് കേൾക്കാൻ തയ്യാറായി. ബിരിയാണിയുടെ വേരുകൾ അങ്ങ് പേർഷ്യയിൽ നിന്നാണത്രേ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ഇറാൻ എന്ന് വിളിക്കുന്ന അതേ സ്ഥലം. 1935 അവിടുത്തെ ഭരണാധികാരിയായിരുന്ന റേസ ഷാ പഹ്ലേവി ലോകരാഷ്ട്രങ്ങളോട് ഇനി മുതൽ തൻ്റെ രാജ്യത്തെ പേർഷ്യ എന്ന് വിളിക്കരുതെന്നും പകരം ഇറാൻ എന്ന് വിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ മുമ്പ് ബിരിയാണി അവിടെ പിറന്നിട്ടുണ്ടായിരുന്നു. ബിരിയൻ എന്ന വാക്കിൽ നിന്നാണ് ബിരിയാണി പിറന്നത്. ഇതിൻ്റെ അർത്ഥം വറുത്തത് എന്നാണ്. ജഷീർ അവൻ്റെ ചരിത്രബോധം ഉണർത്തി ഞങ്ങളെ വറക്കാൻ തുടങ്ങി. പേർഷ്യയിൽ നിന്നും വ്യാപാരികളും സഞ്ചാരികളും വഴിയാണ് ഈ രുചിക്കൂട്ട് ഇന്ത്യയിലെത്തിയത്. മുഗൾ രാജ്ഞിയായിരുന്ന മുംതസ് മഹൽ ഒരിക്കൽ സൈനിക പട്ടാളം സന്ദർശിച്ചപ്പോൾ സൈനികർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നത് കണ്ടെത്തി. അരിയും ഇറച്ചിയും കൂടെ സുഗന്ധവ്യഞ്ജന ഇലകളും ചേർത്ത് ഒരൊറ്റ പാത്രത്തിൽ പാചകം ചെയ്യുന്ന ഈ വിഭവം സൈനികർക്ക് നൽകാൻ അവർ നിർദ്ദേശിച്ചു. മുഗൾ ഭരണകാലത്ത് ഈ വിഭവം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഹൈദരാബാദിലെത്തിയപ്പോൾ അത് ദം ബിരിയാണിയായി. ലക്നൌവിൽ അവധ് ബിരിയാണി. കേരളത്തിലെത്തിയപ്പോൾ അത് നമ്മുടെ സ്വന്തം മലബാർ ബിരിയാണിയായി. ചില പ്രാദേശിക സ്ഥലങ്ങളിൽ ഞെട്ടിക്കൽ ബിരിയാണിയെന്നും തട്ടിക്കൽ ബിരിയാണിയെന്നും വയ്ക്കിയതിന് പേര് വന്ന് ചേർന്നിട്ടുണ്ടത്രേ. ചരിത്രം പറഞ്ഞവസാനിച്ചപ്പോഴേക്കും കാറ്റിൽ ബിരിയാണിയുടെ മണം പടർന്നിരുന്നു. അതോടെ ഞങ്ങളുടെ വിശപ്പ് ഇരട്ടിച്ചു. യാത്രകളെപ്പോഴും ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല, വഴിയിൽ നാം പങ്കുവെക്കുന്ന ഇത്തരം ചെറിയ സന്തോഷങ്ങൾക്കും അവിടെ ഇടമുണ്ട്. ഈ ബിരിയാണിയുടെ എരിവും മണവും ഞങ്ങളുടെ ഈ സൗഹൃദവും വയസ്സാൻ കാലത്ത് ചാരുകസേരയിൽ മാനം നോക്കി കിടക്കുമ്പോൾ ഓർത്തെടുക്കാനുള്ള ഏടുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വയറും മനസ്സും നിറഞ്ഞു. ഇനി ലക്ഷ്യം മഹാനഗരമായ ബോംബെ, അത് കഴിഞ്ഞ് ഗുജറാത്ത്. യാത്രകൾ അവസാനിക്കുന്നേയില്ല.